ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും മാർജിൻ ഓഫ് സേഫ്റ്റിയും കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡിൽ ഗ്രാഫ് വരച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് കുട്ടികൾക്ക് ഓൾറെഡി അറിയാം, എങ്കിലും അതൊന്നുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് BEP, ബ്രേക്ക് ഈവൻ പോയിൻ്റ്. സെയിൽസും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നു. ആ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ നിന്ന് വൈയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, വൈ ആക്സസിലേക്ക് നമ്മൾ ഒന്ന് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അവിടേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻ്റ് സെയിൽസ് കിട്ടും. എക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി കിട്ടും, യൂണിറ്റ്സ് കിട്ടും. നമ്മുടെ പോയിൻ്റ് അതല്ല. ഈ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ആംഗിൾ ഉണ്ടല്ലോ, ആ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ആ ആംഗിൾ ഉണ്ട്, സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും തമ്മിലുള്ള ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആംഗിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ആ ആംഗിള് വൈഡൻ ചെയ്യുന്തോറും നമ്മുടെ പ്രോഫിറ്റ് കൂടും. ആ ആംഗിള് ഷോർട്ടൻ ചെയ്യുന്തോറും, ചുരുങ്ങും തോറും നമ്മുടെ പ്രോഫിറ്റ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആംഗിൾ വലിയ ആംഗിളാണെങ്കിൽ പ്രോഫിറ്റും വലിയ പ്രോഫിറ്റായിരിക്കും. ആംഗിൾ ചെറുതാവുകയാണെങ്കിൽ പ്രോഫിറ്റ് ചെറുതായിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ ആംഗിളിനെയാണ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള സെയിൽസ് ലൈൻ്റെയും ടോട്ടൽ കോസ്റ്റ് ലൈൻ്റെയും ഇൻ്റർസെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ വലുതാകും തോറും എന്തായിരിക്കും, പ്രോഫിറ്റ് കൂടുന്നതായിരിക്കും. നമുക്ക് എന്താണ് ആംഗിൾ എന്താണെന്ന് നോക്കാം. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്, എങ്കിലും ഒന്നുകൂടി നോക്കാം നമുക്ക്. അതിനു മുൻപ് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ലൈനും അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലാഭവും നഷ്ടവും ഇല്ലാത്ത സെയിൽസാണ്. അതായത് ഒരു ബിസിനസ്സിന് 500 യൂണിറ്റ് വിറ്റാൽ ലാഭവും നഷ്ടവും ഇല്ല, അല്ലേ? 501ാമത്തെ യൂണിറ്റ് മുതൽ എന്താണ്, പ്രോഫിറ്റാണ്, അല്ലേ? അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സെയിൽസ് എന്ന് പറയുന്നത് 600 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ സേഫ്റ്റി ലൈനാണ്. ഈ 500 മുതൽ 600 വരെയുള്ള സെയിൽസാണ് അവരുടെ സേഫ്റ്റി, മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ എത്ര യൂണിറ്റാണ് അവരുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്, 100 യൂണിറ്റാണ്. അതായത് ടോട്ടൽ സെയിൽസ് 600 മൈനസ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് സെയിൽസ് എത്രയാണ്, 500. അപ്പോൾ 600 മൈനസ് 500 ഈസ് ഈക്വൽ ടു 100 യൂണിറ്റ്സ്. 100 യൂണിറ്റ്സ് ആണ് നമുക്ക് എന്തായിട്ട് പറയാവുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ സെയിൽസ് ലൈൻ ഇൻ്റർസെക്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ. സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിൽസ് ലൈൻ കോസ്റ്റ് ലൈനെ മുറിച്ച് കടക്കുന്ന ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സെയിൽസ് ലൈൻ ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ അറ്റ് ദ BEP. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. പ്രോഫിറ്റബിലിറ്റിയുടെ ഇൻഡിക്കേറ്ററാണ്. എ ലാർജ് ആംഗിൾ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് എ സ്മോൾ ആംഗിൾ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ലോ റേറ്റ് ഓഫ് പ്രോഫിറ്റ്, അല്ലേ? എ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്യാൻ ബി വൈഡൻഡ് ബൈ ഇൻക്രീസിങ് ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഓർ ഡിക്രീസിങ് ദ വേരിയബിൾ കോസ്റ്റ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് കൂട്ടാം, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടാം, ഇൻക്രീസ് ചെയ്യാം. അടുത്ത മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് ആക്ച്വൽ സെയിൽസ് എക്സീഡ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസിനേക്കാൾ കൂടുതൽ വരുന്ന ആക്ച്വൽ സെയിൽസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്.
മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. എ ഹൈ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രോഫിറ്റ്സ് ആൻഡ് എ ലോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ്സ് ലോ പ്രോഫിറ്റ്സ്. ഹയർ ദ മാർജിൻ ദ മോർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് വൈസ് വേഴ്സ. മാർജിൻ കൂടുന്തോറും പ്രോഫിറ്റബിലിറ്റി കൂടും, മാർജിൻ കുറയും തോറും പ്രോഫിറ്റബിലിറ്റി കുറയും. അപ്പോൾ അത് അറിയാലോ കൃത്യമായിട്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഇൻക്രീസിങ് ദ വോളിയം ഓഫ് സെയിൽസ്. വോളിയം കൂട്ടുക, ഇൻക്രീസിങ് ദ സെല്ലിംഗ് പ്രൈസ്, റെഡ്യൂസിങ് ദ ഫിക്സഡ് കോസ്റ്റ്, റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കൂടും? മാർജിൻ ഓഫ് സേഫ്റ്റി സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്താണ്? ആക്ച്വൽ സെയിൽസ് ഓർ കറണ്ട് സെയിൽസ് മൈനസ് BEP സെയിൽസ് ആണെന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ 500 യൂണിറ്റ് സെയിൽസ് ആണ് നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 500 യൂണിറ്റ് വിറ്റാൽ നമുക്ക് ലാഭമില്ല, നഷ്ടമില്ല, അല്ലേ? അതിനെ തന്നെ ഞാൻ പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റിന് 10 രൂപയാണ്. അപ്പോൾ എത്രയായി? 5000 രൂപയുടെ സെയിൽസ്. രണ്ടും ഒരേപോലെ തന്നെയാണ്. 5000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമുക്ക് ലാഭമില്ല, നഷ്ടമില്ല. ഇപ്പോഴത്തെ നമ്മുടെ സെയിൽസ് 9000 രൂപയാണ്, അല്ലേ? അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? 5000 രൂപ മുതൽ 9000 രൂപ വരെ. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ 9000 മൈനസ് 5000 ഈസിക്കൽ ടു 4000 റുപ്പീസാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. 4000 രൂപയാണ് നമ്മുടെ മാർജിൻ. അത് എളുപ്പമാണ്. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഇതുകൂടി അറിഞ്ഞാലേ നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസിക്കൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ കേട്ടോ. അപ്പോൾ അതുകൂടി പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ഒന്ന്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ആൻഡ് റവന്യൂ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. കോസ്റ്റ് ആൻഡ് റവന്യൂ, ഡിഫറെൻറ്റ് ലെവലിലുള്ള കോസ്റ്റ് ആൻഡ് റവന്യൂ ഡിറ്റർമിൻ ചെയ്യാൻ, കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, അല്ലേ? ഡിഫറെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലും, മറ്റുള്ളത് എന്താണ്? ഓരോ ലെവലിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഓരോ ആക്ടിവിറ്റി ലെവലിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കേസ് എന്താണ്? ഇത് ഡിഫറെൻറ്റ് ലെവൽസിൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു, ഡിഫറെൻറ്റ് ലെവൽസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് പോയിൻറ്റിന് വേണ്ടി പറയാമെന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോയിൻ്റ് സെയിം പോയിൻ്റാണ്. ഒന്ന് കോസ്റ്റ് ആൻഡ് റവന്യൂ, മറ്റൊന്ന് പ്രോഫിറ്റ്, അത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ഡിഫറെൻറ്റ് ലെവൽസിലെ പ്രോഫിറ്റ് അറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ടു ഏൺ എ റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, അല്ലേ? നമുക്കറിയാം ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയാണ് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കേണ്ടത്, സെല്ലിംഗ് പ്രൈസ് എത്ര രൂപ തീരുമാനിക്കണം, ഫിക്സ് ചെയ്യണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഫേംസ്. പല ഫേമുകളുടെയും പ്രോഫിറ്റബിലിറ്റി അറിയാൻ സാധിക്കുന്നു. പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഓഫ് ദ ഫേം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിൻറ്റും നമ്മുടെ ഇപ്പോഴത്തെ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഇറ്റ് മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഓൺ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റിനെയും പ്രോഫിറ്റിൻ്റെയും ചേഞ്ചസ്, അല്ലേ?
സെല്ലിംഗ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ചൂസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് മിക്സ് ഓർ സെയിൽസ് മിക്സ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സെയിൽസ് മിക്സ്, അതിൽ നിന്ന് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ സൈഡൊക്കെ വന്നാലാണ് കുട്ടികൾക്ക് കൃത്യമായിട്ട് അത് അറിയുള്ളൂ. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഐറ്റംസ് വിൽക്കുന്നൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണിക് ഐറ്റംസ് വിൽക്കുന്ന കമ്പനി ഇപ്പം അവർ LED ടെലിവിഷൻസ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അവർ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ എന്താണ് സീലിംഗ് ഫാൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പല കമ്പനികളെ എടുക്കാം. ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ സെയിൽസ് മിക്സ് അവർ വിൽക്കുന്നത് ഒരു മിക്സിംഗ് ആയിട്ടാണ്. ഇപ്പോൾ ടെലിവിഷനും അതുപോലെ തന്നെ ഫ്രിഡ്ജും കൂടിയിട്ട് ഒരു മിക്സിലാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ 1000 ഒരു വർഷം 1000 ടെലിവിഷനും അതുപോലെ തന്നെ 500 ഫ്രിഡ്ജും കൂടി അവരെന്ത് ചെയ്യുന്നു, മിക്സ്. ഇതാണ് അവർ സെയിൽസ് മിക്സ്. മറ്റ് പ്രോഡക്റ്റുകൾ വേറെ സെയിൽസ് ലൈനായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പ്രോഡക്റ്റ് ലൈൻ ഏത് മിക്സ് ചെയ്തിട്ട് സെയിൽ നടത്തിയാലാണ് കൂടുതൽ പ്രോഫിറ്റബിൾ, ഇത് കൃത്യമായിട്ട് നമുക്കിത് വെച്ച് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും കേട്ടോ. അത്തരം കാര്യങ്ങൾ. 9ാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് സെവറൽ ഡിസിഷൻസ് സച്ച് ആസ് മേക്ക് ഓർ ബൈ, പർച്ചേസ് ഓർ ലീസ്, ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്, ഫോറിൻ ഓർഡർ എക്സെട്ര. ഈ ഇത്തരം മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇത്തരം ബ്രേക്ക് ഈവൻ അനാലിസിസ് പോലെയുള്ള ഇത്തരം ടൂൾസ് വെച്ചിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രോഡക്റ്റ്, അവരുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ പാർട്സ് ഉണ്ടാക്കണോ വാങ്ങണോ, ഉണ്ടാക്കുകയാണോ ലാഭകരം അതോ വാങ്ങുകയാണോ ലാഭകരം. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഫാക്ടറി വേണം, എംപ്ലോയീസ് വേണം, എന്താണ് ഒരുപാട് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് വരും. അപ്പോൾ വാങ്ങുകയാണോ അതോ എന്താണ് ഉണ്ടാക്കുകയാണോ ഏതാണ് ലാഭകരം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പർച്ചേസ് ഓർ ലീസ്, ചില ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണോ അതോ ലീസിന് എടുക്കുകയാണോ ലാഭകരമുള്ളത്, ലീസാണോ വേണ്ടത്, പർച്ചേസ് ചെയ്യണോ. ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഫോറിൻ ഓർഡേഴ്സ്, നമുക്ക് വലിയ ഓർഡേഴ്സ് വരികയാണ്, ഫോറിൻ കമ്പനികളിൽ നിന്നൊക്കെ വലിയ ഓർഡേഴ്സ് വരികയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത് ഈ വേരിയബിൾ ഓവർഹെഡ് അല്ലെങ്കിൽ വേരിയബിൾ എക്സ്പെൻസ് മാത്രം വെച്ചിട്ടാണ്. ഓവർഹെഡ് എന്നല്ല, വേരിയബിൾ എക്സ്പെൻസുകൾ മാത്രം വെച്ചിട്ടാണ്. ഫിക്സഡ് എക്സ്പെൻസസ് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു പോയിൻ്റാണ് 9ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. 10ാമത്തെ പോയിൻ്റ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ കൺട്രോളിങ് കോസ്റ്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റിനെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നൊക്കെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് കൺട്രോളിങ് എന്ന് പറയുന്നത് സാധ്യമാവുന്നു. ഇപ്പോൾ ഒരു കോസ്റ്റിനെ നമ്മൾ എടുക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ഡിവൈഡ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ കോസ്റ്റ് കൺട്രോൾഡ് ആയി കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടൊരു കൺട്രോളിങ് പവർ വരുന്നു. അപ്പോൾ ഇത് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നുള്ള ടോപ്പിക്ക് കുട്ടികൾ പഠിക്കണം, ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത്, നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും 2 വശമുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനും ബ്രേക്ക് ഈവൻ അനാലിസിസിനും ദർ ആർ സർട്ടൺ ലിമിറ്റേഷൻസ് ഓർ സം ലിമിറ്റേഷൻസ്. ബ്രേക്ക് ഈവൻ അനാലിസിസിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 1ാമത്തെ പോയിൻ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ സെവറൽ അസംഷൻസ്. ദീസ് അസംഷൻസ് മെ നോട്ട് ഹോൾഡ് ഗുഡ് അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ്. ഇവിടെ ബ്രേക്ക് ഈവൻ അനാലിസിസിന് ചില അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഫിക്സഡ് എക്സ്പെൻസസ് ആർ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഔട്ട്പുട്ട്. എല്ലാ ആക്ടിവിറ്റീസിലും ഔട്ട്പുട്ടിലും ഫിക്സഡ് എക്സ്പെൻസസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അത് കറക്റ്റാണ്, ശരിയാണ്. ചില സന്ദർഭങ്ങളിൽ അതിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാവാം. പക്ഷേ അസംഷൻസ് എപ്പോഴും ആ അസംഷൻസിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അസംഷൻസ് എപ്പോഴും നല്ല റിസൾട്ട് തരണമെന്നില്ല, എല്ലാ സർക്കംസ്റ്റാൻസസിലും സെയിം ആവണമെന്നില്ല. 2ാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു സെപ്പറേറ്റ് ഓൾ കോസ്റ്റ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലിമെൻറ്റ്സ്. എല്ലാ കോസ്റ്റ് എലിമെൻറ്റ്സിനെ അല്ലെങ്കിൽ എല്ലാ കോസ്റ്റിനെയും നമുക്ക് ഫിക്സഡ് എലിമെൻ്റ് എന്നോ വേരിയബിൾ എലിമെൻ്റ് എന്നോ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
സാധ്യമല്ല, അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ പോയിൻ്റ്, ദ അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഷോർട്ട് റൺ ഓൺലി. അല്ലേ, ഈ അനാലിസിസ് ഷോർട്ട് റണ്ണിലാണ് നമുക്ക് യൂസ്ഫുൾ. നമുക്കറിയാലോ ഫിക്സഡ് കോസ്റ്റ്, ഫാക്ടറി റെൻറ്റ് അത് സ്വാഭാവികമായിട്ടും 1-2 വർഷം കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അത് ഫിക്സഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഷോർട്ട് റണ്ണിലാണ്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഫിക്സഡ് കോസ്റ്റ് കൂടും, അല്ല എല്ലാ കോസ്റ്റുകളും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് ഷോർട്ട് റണ്ണിലാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. ലോങ് റണ്ണിൽ ഇത് അത്ര എഫക്റ്റീവ് അല്ല. നാലാമത്തെ പോയിൻ്റ്, ഇൻഫർമേഷൻ ഗിവൺ ബൈ എ ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ലിമിറ്റഡ്. ഇറ്റ് നെസസിറ്റേറ്റ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് സെവറൽ ബ്രേക്ക് ഈവൻ ചാർട്ട്സ്. ഒരു ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് ചാർട്ടുകൾ വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് ചാർട്ടുകൾ വർക്ക് ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഇൻഫർമേഷൻസും കിട്ടുള്ളൂ. അഞ്ചാമത്തെ പോയിൻ്റ്, ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് ഈസ് റിയലിസ്റ്റിക് ഓൺലി ഓവർ നാരോ റേഞ്ചസ് ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ ഈ CVP അനാലിസിസ് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് എന്താണ്, ചുരുങ്ങിയ പ്രൊഡക്ഷനിലും ചുരുങ്ങിയ ഔട്ട്പുട്ടിലാണ്. നമ്മുടെ ഔട്ട്പുട്ട് ഒരു പരിധിയിൽ വിട്ട് ഇൻക്രീസ്ഡ് ആയാൽ ഇതിന് വലിയ പ്രത്യേകത ഇല്ല എന്നാണ് പറയുന്നത്, വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ദ അനാലിസിസ് ഇഗ്നോർസ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ പ്രോഫിറ്റ് അനാലിസിസ്. ഇവിടെ ഈ അനാലിസിസിലെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു വലിയ ഭാഗം അപ്പുറത്തുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റിനെ പാടെ അവഗണിക്കുന്നു. അല്ലേ, നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കിലെടുക്കാതെ, ഇൻവെസ്റ്റ്മെൻറ്റിനെ ശ്രദ്ധിക്കാതെ, അല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യാതെ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റിന് വെയിറ്റേജ് കൊടുക്കാതെയാണ് എന്ത് നോക്കുന്നത്, നമുക്ക് ഈ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചില ബിസിനസ്സുകളിൽ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതും ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ബിസിനസ്സും കൂടി നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാതെ എന്തുമാത്രം വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഈ പ്രോഫിറ്റബിലിറ്റി CVP അനാലിസിസ് മാത്രം വെച്ച് കമ്പയർ ചെയ്യുന്നു. വലിയൊരു എലിമെൻ്റ് അവിടെ നമ്മൾ ഒഴിവാക്കുന്നു, ഈ അനാലിസിസിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്രയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചെയ്യാനുള്ളത് ഇതിൽ തന്നെ ചില എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കാം, നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസായിട്ട് വായിച്ച് വർക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 240 ഇല്ലസ്ട്രേഷൻ 29 ആണ്. ഇതിലെ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോസ്റ്റിംഗ് റെക്കോർഡ്സ് ഓഫ് എ കമ്പനി. യൂണിറ്റ് സോൾഡ് 10,000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹30, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹20, ഫിക്സഡ് കോസ്റ്റ് ₹50,000. ഇനി താഴെ സ്മോളർ ട്രേ പോയിൻറ്റിൽ കാൽക്കുലേറ്റ് PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് BEP. നമുക്കപ്പോൾ PV റേഷ്യോ വേണം, മാർജിൻ ഓഫ് സേഫ്റ്റി വേണം, BEP കാണണം. ബി പോയിൻ്റ്, കാൽക്കുലേറ്റ് റിവൈസ്ഡ് PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് BEP വെൻ സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ, എക്സാമിനേഷനൊക്കെ വരുന്ന ടൈപ്പാണ്. സി പോയിൻ്റ്, കാൽക്കുലേറ്റ് റിവൈസ്ഡ് PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് BEP വെൻ സെല്ലിംഗ് പ്രൈസ് ഈസ് ഡിക്രീസ്ഡ് ബൈ 10%. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, BEP കാണുക. രണ്ടാമത്തെ പോയിൻ്റ് ബി പോയിൻ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കാണാം, മാർജിൻ ഓഫ് സേഫ്റ്റി, BEP, അത്തരം കാര്യങ്ങൾ, PV റേഷ്യോ ഒക്കെ കാണാം. മൂന്നാമത്തെ പോയിൻ്റ്, സെല്ലിംഗ് പ്രൈസ് 10% ഡിക്രീസ് ചെയ്തു എന്നുള്ള പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുക, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, BEP കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നല്ല ക്വസ്റ്റ്യനാണ്, നമുക്കിത് പഠിക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വരാം. ഈ മൂന്നും ഒരേ പോയിന്റിൽ വരില്ല, നമുക്ക് ഒറ്റ പോയിന്റ് മാത്രമേ ചോദിക്കുള്ളൂ. മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ, സെല്ലിംഗ് പ്രൈസൊക്കെ എന്ത് ചെയ്യണം, സെല്ലിംഗ് പ്രൈസിൽ വരുന്ന വ്യത്യാസം വരുത്തി എങ്ങനെ കാണാം എന്നുള്ളതായിരിക്കും ചോദിക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുട്ടികൾ വളരെ പ്രാധാന്യത്തോടു കൂടി മാത്രം ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇത് വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡിൽ ചെയ്യാം.
അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാൻ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ടാണ്. കാൽക്കുലേറ്റ് പി വി റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് BEP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പി വി റേഷ്യോ കാണാം. ഒന്നാമത്തെ പോയിന്റ് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു, നമുക്കെല്ലാവർക്കും അറിയാം, ഇക്വേഷൻ എഴുതി വയ്ക്കാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇതിൽ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം S-V ആണ്. കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ? കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 രൂപയും യൂണിറ്റ് സോൾഡ് 10,000 ആണ്. അപ്പോൾ S-V എന്ന് പറയുമ്പോൾ നമുക്ക് 10,000 ഇൻറ്റു 30, അപ്പോൾ 3 ലക്ഷം. $3 lakh മൈനസ് $2 lakh is equal to 1 lakh. $1 lakh ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യാം? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് 3 lakh ആണ്. ഇൻറ്റു 100. അപ്പോൾ നമുക്കതിനെ ആൻസർ കിട്ടും 33 and 1/3%. ഇതാണ് ആദ്യത്തെ ആൻസർ. അല്ലെങ്കിൽ 33.33% എന്നിട്ടാലും മതി. കാൽക്കുലേറ്ററിൽ എങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. രണ്ടാമത്തെ പോയിന്റ് മാർജിൻ ഓഫ് സേഫ്റ്റി, സെക്കൻഡ് പോയിന്റ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് കറണ്ട് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് പി വി റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാം. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ വീണ്ടും അവിടെ പ്രോഫിറ്റ് കാണാൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് എത്രയാണ്? 1 lakh ആണ്. 1 lakh മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഫിക്സഡ് കോസ്റ്റ് 50,000 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 50,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ, സോറി പ്രോഫിറ്റ്. 50,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഇനി പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്, അത് അപ്ലൈ ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു 50,000 പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 33 and 1/3%. ഇതാണ് വരിക. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത് ₹1,50,000, 1,50,000. അടുത്ത മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് പി വി റേഷ്യോ വെച്ച് നമുക്ക് കാണാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ.
അപ്പോൾ ഇതാണ് പറയുന്നത്, എല്ലാ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. നമുക്കിപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രസൻറ്റ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ചെയ്താലും കിട്ടും. പക്ഷേ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് അറിയണം. ബ്രേക്ക് ഈവൻ പോയിന്റ് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ പ്രസൻറ്റ് സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി ചെയ്താലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. പക്ഷേ ഇത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്തു നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000. ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് 33 ആൻഡ് 1/3%. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എളുപ്പമാണ്. ദാറ്റ് ഈസ് ₹1,50,000. സെയിം എമൗണ്ട് തന്നെ, ₹1,50,000. $1,50,000. ഇത്രയാണ് നമുക്ക് 3 ഐറ്റം തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി കുറച്ചാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. ഇതാ, അപ്പോൾ അതിന് ആദ്യം കുട്ടികൾ പഠിക്കേണ്ടത് നമുക്കറിയാലോ എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്. ഇതാണ് ആദ്യം പറഞ്ഞത്. പ്രസൻറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 3 lakhs. 3 lakh മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്, 1,50,000. അപ്പോൾ എത്രയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, എത്രയാണ് വരുന്നത്, 1,50,000. ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, 1,50,000. ഇനി അതന്നെ നമുക്ക് തിരിച്ച് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാലോ. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ്, സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി. സെയിൽസ് 3 lakh ആണ്, 3 lakhൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി 1,50,000 കുറച്ചാൽ 1,50,000 കിട്ടും. അപ്പോൾ അത് ഈസിയാണ്. പക്ഷേ ഓരോന്നും നമുക്ക് തരുന്ന സമയത്ത് എല്ലാ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാലേ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് ചില ഐറ്റംസ് കിട്ടാതെ ബുദ്ധിമുട്ടും വേണ്ട. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതേ പോയിൻ്റൊക്കെ തന്നെ കാണേണ്ടത്, പക്ഷെ അവിടെ ഒരു 20% ഇൻക്രീസ് വരും. അപ്പോൾ ബി പോയിൻ്റ് ഇവിടെ എഴുതി വയ്ക്കാം. വെൻ എസ് പി ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. SP is increased by 20%. സെല്ലിംഗ് പ്രൈസ് 20% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് ന്യൂ SP എങ്ങനെ കാണാം, 30 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. 30 പ്ലസ് 30 ഇൻറ്റു 20%. സെല്ലിംഗ് പ്രൈസ് 36 രൂപ. 36 രൂപ എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് 10,000 യൂണിറ്റ് ആണല്ലോ. ഇൻറ്റു 36, 3,60,000.
നമുക്ക് കാണേണ്ടത് ശരിക്കും പി വി റേഷ്യോ ആണ് അല്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇട്ട് വയ്ക്കാം. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെയിൽസ് കിട്ടി, കോൺട്രിബ്യൂഷൻ കാണണം. സി ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുക? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എസ് മൈനസ് വി. എസ് മൈനസ് വി. എസ് എന്ന് പറയുന്നത് നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ആണ് 3,60,000 മൈനസ് വേരിയബിൾ കോസ്റ്റ് 20 രൂപയാണ്. 20 ഇൻറ്റു 10,000 അപ്പോൾ 2 lakh. ഈസ് ഈക്വൽ ടു റുപ്പീസ് 1,60,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അത് വെച്ച് എന്ത് കാണാം? പി വി റേഷ്യോ കാണാം. കോൺട്രിബ്യൂഷൻ 1,60,000 ഡിവൈഡ് ബൈ സെയിൽസ് 3,60,000 ഹോൾ ഇൻറ്റു 100 is equal to നമുക്കിവിടെ 44.44%. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ പുതിയ മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ നേരത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ദെൻ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ടോട്ടൽ കോസ്റ്റ് വെച്ച് കാണാം നമുക്ക്. ന്യൂ പ്രോഫിറ്റ്, ന്യൂ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1,60 അപ്പോൾ പ്രോഫിറ്റ് കാണാം. ന്യൂ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ന്യൂ കോൺട്രിബ്യൂഷൻ 1,60,60,000 മൈനസ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ സെയിം ആണ് 50,000. അപ്പോൾ പുതിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,10,000 1,10,000 അതാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതാം 1,10,000 ഡിവൈഡഡ് ബൈ 44.44 ഈസ് ഈക്വൽ ടു 2,47,525. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 2 കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാമെന്നുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് സെയിം ആണല്ലോ 50,000, അതിൽ മാറ്റില്ല. പി വി റേഷ്യോ എന്ന് പറയുന്നത് 44.44 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1,12,511 1,12,511. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്.
അപ്പോൾ ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ ഒരു 20% ഇൻക്രീസ് വന്നപ്പോൾ എന്താണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ എമൗണ്ടുകളായിട്ട് കമ്പയർ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. പഴയ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. PV റേഷ്യോ എന്ന് പറയുന്നത്, പഴയ റേഷ്യോ എന്ന് പറയുന്നത് അതിന് പകരം 33 and 1/3% ആണ് ആദ്യത്തെ. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 50,000 രൂപയാണ്, 50,000 ആണ്. ഇവിടെ വലിയ മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. 1,50,000 രൂപയാണ് അവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറച്ചുകൂടി കുറഞ്ഞു, നേരത്തെ ബ്രേക്ക് ഈവൻ ആവുന്നു കേട്ടോ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ വലിയ മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് വന്നത്. 50,000 രൂപയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം 50,000 രൂപയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അല്ല, 1.5 ലക്ഷം രൂപയാണ് കേട്ടോ, സോറി, 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയിൽ നിന്ന് ഏതാണ്ട് ഇരട്ടിയോളം, ഏറെക്കുറെ ഇരട്ടി ആയിട്ടില്ല, എന്നാലും കുറച്ചുകൂടി ഓൾമോസ്റ്റ് ഒരു 1.5 വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. വ്യത്യാസം ഇതൊക്കെയാണ്. അപ്പോൾ PV റേഷ്യോ എന്ന് പറയുന്നത് 33 and 1/3%, 33.33% എന്നുള്ളത് 44.44% ആയി ഇൻക്രീസ് ചെയ്തു. PV റേഷ്യോ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടിയെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് ഹൈ ലെവൽ ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ആയി, ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടി. നമ്മുടെ പ്രോഫിറ്റിലും വലിയ മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇപ്പോഴത്തെ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,10,000 രൂപയാണ്. വലിയ ഇൻക്രീസാണ് വന്നിട്ടുള്ളത് കേട്ടോ, ഏതാണ്ട് ഇരട്ടിയിലധികം ഇൻക്രീസ് വന്നു. അപ്പോൾ അത് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 10% കുറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് 10% കുറഞ്ഞാൽ, ദാറ്റ് ഈസ് റിവൈസ്ഡ് PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് BEP when selling price is decreased by 10%. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. when SP is reduced by 10%. അപ്പം 30 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്, അതിൽ നിന്ന് 30ൻ്റെ 10% കുറയ്ക്കുക. 30ൻ്റെ 10% എന്ന് പറയുമ്പോൾ 3 രൂപ. 3 രൂപ കുറയ്ക്കുമ്പോൾ 27 രൂപ സെല്ലിംഗ് പ്രൈസ് വരും. ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 27 റുപ്പീസാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. PV റേഷ്യോ തന്നെ. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇതിലാദ്യം നമുക്ക് സെയിൽസ്, ടോട്ടൽ സെയിൽ കാണണം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അത് സംശയം ഉണ്ടെങ്കിൽ ഇതിലോട് കൂടി തീരട്ടെ. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആണ്. $270,000. ഇതാണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. ഇനി കോൺട്രിബ്യൂഷൻ C is equal to എങ്ങനെയാണ്? S minus V. S 2,70,000. വേരിയബിൾ കോസ്റ്റിൽ മാറ്റില്ല. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്, അത് 2 ലക്ഷം തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ S, ഇതാണ് നമ്മുടെ V. V അല്ല C, ഇതാണ് V. അപ്പോൾ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് പോവാം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 70,000 ആണ്.
70,000 ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 2,70,000 ആണ്. ഹോൾ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 70,000 ഡിവൈഡ് ബൈ 2,70,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 25.93%. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ആൻസറുകളൊക്കെ കാണുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിന്റ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി, പുതിയ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ തന്നെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുക? പ്രോഫിറ്റ് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ വീണ്ടും എന്താണ് പി ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്. സി എത്രയാണ്? കോൺട്രിബ്യൂഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്, എത്രയാണ്? 70,000 ആണ്. അപ്പോൾ ഇവിടെ 70,000 മൈനസ് എഫ്. ഫിക്സഡ് കോസ്റ്റ് 50,000 അല്ലേ? അതെ, അതിൽ മാറ്റില്ല, ഫിക്സഡ് കോസ്റ്റിൽ മാറ്റില്ല, അത് തന്നെ 50,000 തന്നെ. 50,000 ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് 20,000. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ 20,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ 25.93% ഇൻറ്റു 100. 20,000 ഡിവൈഡ് ബൈ 25.93% എന്ന് പറയുമ്പോൾ 77,131 റുപ്പീസ്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ന്യൂ ബി ഇ പി. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ അത് തന്നെ എടുത്ത് എഴുതുക. ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ ഇത് നന്നായിട്ട് കുട്ടികൾ പഠിച്ചു വെക്കണം ഈ ഇക്വേഷൻസ് ഒക്കെ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് 50,000 രൂപയാണ് അല്ലേ? ആ ഫിക്സഡ് കോസ്റ്റ് എടുക്കുക, അതിൽ മാറ്റില്ല. ഇത് എളുപ്പമാണ്. അവസാനത്തെ ബി ഇ പി കാണാൻ വളരെ എളുപ്പമാണ്. 50,000 എടുക്കുക ഡിവൈഡഡ് ബൈ നമ്മുടെ പി വി റേഷ്യോ 25.93% ആയതുകൊണ്ട് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1,92,827. അപ്പം ഇതാണ്. അപ്പം ഇതിൽ തൊട്ട് മുമ്പത്തെ 20% ഇൻക്രീസ് ചെയ്തപ്പോൾ 20% ഇൻക്രീസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 20%. ഇത് 10% 20% പ്ലസ് വന്നപ്പോൾ അപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് വന്നിട്ടുള്ളത് 1,12,511. 1,12,511. അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 2,47,525. ദെൻ പി വി റേഷ്യോ എന്ന് പറയുന്നത് 44.44%. ഇനി അതിനു മുൻപത്തെ ആദ്യത്തെ വന്നിട്ടുള്ളത് പി വി റേഷ്യോ എന്ന് പറയുന്നത് 33.1/3% ആണ്. അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1,50,000. ദെൻ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1,50,000. അപ്പോൾ ഈ ഡിഫറൻസ് കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക.
നമുക്ക് നോർമലി ആദ്യം തന്നിട്ടുള്ള പെർസെൻറ്റേജ് വെച്ച് 33.5% ആണ്. 10% കുറയുമ്പോൾ 25.93 ആയിട്ട് വ്യത്യാസം വരും. 20% സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ ഹൈ എന്താണ് ഇൻക്രീസ് വരുന്നു 44.44. മാർജിൻ ഓഫ് സേഫ്റ്റി അതുപോലെ തന്നെ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റും ആക്ച്വൽ സെയിൽസും ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. നോർമലി 1,50,000 ആദ്യത്തെ കേസിൽ. അത് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർജിൻ ഓഫ് സേഫ്റ്റി കുറയുകയാണ് ചെയ്യുന്നത്. 77,000 ചെല്ലാനേ ഉള്ളൂ. അത് 20% കൂട്ടുമ്പോൾ വലിയ വ്യത്യാസം വരുന്നു, 2.47 വരുന്നു. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് സാധാരണ സെല്ലിംഗ് പ്രൈസിൽ 1.5 ലക്ഷത്തിനാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. 1,50,000 രൂപയുടെ സെയിൽസ് ഉണ്ടായാൽ ലാഭമില്ല, നഷ്ടമില്ല. പക്ഷേ സെല്ലിംഗ് പ്രൈസ് കുറച്ചപ്പോൾ നമുക്കതിൻ്റെ എമൗണ്ട് കൂടി. 1,92,827 രൂപയുടെ സെയിൽസ് നടന്നാലാണ് ലാഭവും നഷ്ടവും ഇല്ലാത്ത ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തുള്ളൂ. അതേസമയം 20% ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടി നേരത്തെ 1,12,511 യൂണിറ്റ് അല്ലെങ്കിൽ അത്ര രൂപയുടെ വിൽക്കുമ്പോഴേക്കും എന്ത് കവർ ചെയ്ത് പോയി, ബ്രേക്ക് ഈവൻ പോയിന്റ് കവർ ചെയ്ത് പോയി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറച്ചുകൂടി നേരത്തെ അറ്റൈൻ ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് ഒരുപാട് കൂടുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടും, മാർജിൻ ഓഫ് സേഫ്റ്റി വ്യത്യാസം വരും, എല്ലാത്തിലും ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം കൃത്യമായിട്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ PV റേഷ്യോ വെച്ചിട്ടുള്ളതാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനും ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനൊക്കെ PV റേഷ്യോ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഇക്വേഷനും കുട്ടികൾ പഠിച്ചിരിക്കണം. എളുപ്പമുള്ള ഇക്വേഷനും പഠിക്കണം, PV റേഷ്യോ വെച്ചിട്ടുള്ളതും പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു.